അപ്പോൾ നമ്മുടെ 4th ക്ലാസ്സാണിത്. ഇൻവേഴ്സ് ഫങ്ഷൻസിനെ കുറിച്ചാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഫങ്ഷൻ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഒരു ഫങ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാകണം. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ എന്താണ് ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഇവിടെ നോക്കി ഫസ്റ്റ് തിയറം പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് 1:1. ഓക്കെ, അപ്പോൾ 1:1 ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, 1:1 ആണെന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കും. എന്നിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് x1 ഈസ് ഈക്വൽ ടു x2. അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഏത് ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾ വരച്ചാലും ആ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒരൊറ്റ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിളാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ 1:1 ആണോ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് റേസ് ടു 1/3 എന്ന് പറയുന്ന ഫംഗ്ഷൻ നേരത്തെ കണ്ടതായിരുന്നു, ഇതിൻ്റെ ഗ്രാഫൊക്കെ നേരത്തെ കണ്ടതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഏതൊരു ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾ വരച്ചാലും ഇതിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കാണാം. സോ y equal to x raised to 1/3 is 1:1. So its inverse exists, and we know that the inverse is y is equal to x raised to 3. See the inverse here. Okay, now the second question is b part. F of x is equal to x cube minus 3x plus 1. അപ്പോൾ ഇവിടെ അത് ചെയ്തേക്കുന്നത് ഗ്രാഫ് വരച്ചിട്ടാണ്. നിങ്ങൾക്കത് ഗ്രാഫ് വരയ്ക്കാതെയും ചെയ്യാം. 1:1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ചേക്കുന്നത് ഈ രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് ഈ 3 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണും. ഈ 3 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഇസ് നോട്ട് 1:1. സോ എഫ് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക, എന്നിട്ട് എക്സ് വൈൻ്റെ ടേമിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് എക്സും വൈയും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് y ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതി വെച്ചേക്കുക. അത്രയേ ഉള്ളൂ. ഈ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2x - 3. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ കാണണം. ഡൊമൈനും റേഞ്ചും കാണുന്നത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണല്ലോ. ഓക്കെ, ഇവിടെ √2x - 3 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ 2x - 3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. 2x - 3 പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ x must be greater than 3/2. Right? Now here we check that the function f is 1:1. For that we take two values x1 and x2 in the interval 3/2 infinity, and we assume that f of x1 is equal to f of x2. That implies 1/2x1 - 3 is equal to 1/√2x2 - 3, and we see that x1 is equal to x2. ശരിയാണല്ലോ? ഇവിടെ രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യുന്നു, ഒരു 3 ആഡ് ചെയ്യുന്നു, then 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. We get x1 is equal to x2. So the function is 1:1. Therefore f inverse exists. Then we have to find f inverse. For that we write y is equal to f of x and square. Then we get y square is equal to 1/2x - 3. So 2x - 3 is equal to 1/y square, and 2x is equal to 3 plus 1/y square. Okay, find the LCM. So this is 3y square plus 1/y square, and x is equal to 3y square plus 1/2y square. So interchanging x and y, നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷനെ എഴുതുമ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ ടൈമിൽ എഴുതുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. സോ വി റൈറ്റ് y ഈക്വൽ ടു 3x² plus 1/2x² is the inverse of f. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ലീനിയർ ഫംഗ്ഷനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് 1:1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു, ദെൻ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. നിങ്ങൾ വേഗം നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു, ഗ്രാഫ്സ് നോക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് തനിയെ നോക്കാം. അടുത്തത് അപ്പോൾ ഈ
ഇൻവേഴ്സ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ്. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമുക്ക് തരുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഇൻവേഴ്സ്, അതിൻ്റെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അത് പിന്നെ പറയുന്നത് വളരെ എളുപ്പത്തിൽ പറയുന്നത്, കാരണം എഫ് ഇതിൻ്റെ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി ഇല്ലേ, അതായത് എഫും എഫ് ഇൻവേഴ്സും നമുക്ക് അതിൻ്റെ ഗ്രാഫ്സ് കിട്ടുന്നത് എങ്ങനെയാണ്, y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ എഫും എഫ് ഇൻവേഴ്സും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എഫിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എഫ് ഇൻവേഴ്സ് കിട്ടും, എഫ് ഇൻവേഴ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് കിട്ടും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കില്ലേ, അല്ലേ? ഒരു ഫംഗ്ഷനിൽ ബ്രേക്ക് ഇല്ല, ഗ്രാഫിൽ ബ്രേക്ക് ഇല്ല എങ്കിൽ അടുത്തതിലും എന്തായാലും അതിൻ്റെ റിഫ്ലക്ഷനിൽ എന്തായാലും ബ്രേക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഡിഫറൻഷ്യബിലിറ്റി അതിൻ്റെ ഒരു പോയിന്റിൽ നമുക്ക് യൂണിക് ടാൻജൻ്റേ ഉള്ളൂ എങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ഷനിലും ആ കറസ്പോണ്ടിങ് പോയിന്റിൽ നമുക്ക് ഒരൊറ്റ ടാൻജൻ്റേ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ശരിയാണല്ലോ? അപ്പോൾ ബേസ്ഡ് ഓൺ ദ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി we expect that f and f inverse has similar properties. So this is the theorem, continuity and differentiability of inverse functions. Let f be 1 to 1 so that f has an inverse f inverse. If f is continuous on its domain, then f inverse is also continuous on its domain. അപ്പോൾ എഫിൻ്റെ എഫ് ഇൻവേഴ്സിൻ്റെയും ഡൊമൈൻസ് മാറ്റം ഉണ്ടാവും, ശ്രദ്ധിച്ചോളാം. If f is differentiable at c and f dash of c is not equal to 0, then f inverse is also differentiable at f of c. Okay, clear? ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല, അപ്പൻഡിക്സ് ആയിട്ട് അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിമ്പിളാണ് പ്രൂഫ്, നോക്കാം. സപ്പോസ് ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ്, എഫിൻ്റെ ഇൻവേഴ്സ് ജി ആണെന്ന് ഇരിക്കട്ടെ. മെയിൻ ജിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും, പ്രൊവൈഡഡ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ നോക്കിയേ, ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് അല്ലേ, അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണല്ലോ. നമ്മൾ എഫും ജിയും പരസ്പരം ഇൻവേഴ്സസ് ആണെങ്കിൽ എഫ് ഇമേജ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും എന്നുള്ളത് കണ്ടിരുന്നു. ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും, റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ നമുക്ക് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. ശരിയാണല്ലോ? ഇത്രയും. ബാക്കി പ്രോബ്ലംസൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അധികം സമയം കളയുന്നില്ല. നോക്കുക കേട്ടോ. 1 2 എന്ന് പറയുന്ന പോയിന്റിൽ ആയി ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണെന്ന് നോക്കിയാൽ മതി. ഈ ഒരു ഇതിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് 1 2 എന്ന് പറയുന്നത് ഗ്രാഫിലുണ്ടാവും എന്നുള്ളതാണ്. ജി ഡാഷ് ഓഫ് 2 കണ്ടുപിടിക്കാൻ പറയുന്നു. എളുപ്പമാണ്. ജി ഡാഷ് ഓഫ് 2 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് 2 ആണ്. കാരണം ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കോളും. ഈ അസൈൻമെൻറ്റ് ഒന്ന് ചെയ്യണം. അസൈൻമെൻറ്റ് മാത്രമല്ല, ടെക്സ്റ്റിൽ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഡൗട്ട്സ് ഉള്ളത് എന്നോട് ചോദിക്കുക, എന്നാലേ നമുക്കത് മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തതിൽ ഞാൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ എൽ എൻ ഓഫ് എക്സ് കണ്ടിരുന്നല്ലോ, എൽ എൻ എക്സ് കണ്ടിരുന്നു. അപ്പോൾ എൽ എൻ എക്സിൻ്റെ ഇൻവേഴ്സാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എൽ എൻ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രൽ 1 to x 1/t ഇൻറ്റു ഡി ടി ആണല്ലോ, 1/t dt ആയിരുന്നല്ലോ അല്ലേ? അങ്ങനെയല്ലേ എൽ എൻ എക്സ് ഡിഫൈൻ ചെയ്തിരുന്നു. എൽ എൻ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to x 1/t dt. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ എൽ എൻ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. 0 to ഇൻഫിനിറ്റിയിൽ ആണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, ഇൻക്രീസിങ് ആണ് എന്നൊക്കെ കണ്ടു അല്ലേ? And also we can see that ln x is 1 1. So since ln x is 1 1, it has an inverse. ശരിയാണല്ലോ? And that inverse is called the natural exponential function. The definition of natural exponential function is the
ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയുന്നു ln of exp of x. exp of x എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ e raised to x എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ln of exp of x is equal to x for all x in minus infinity infinity, and exp of ln x is equal to x for all x in 0 infinity. ഇവിടെ നമ്മൾ 0 infinity എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ln x ആണ് വന്നേക്കുന്നത്. അപ്പോൾ ln xൻ്റെ ഡൊമൈനിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം exp of x എന്ന് പറയുന്നത് അത് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പറിനും നമുക്ക് എക്സ്പോണൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? The domain of exp is minus infinity infinity and the range is 0 to infinity. ക്ലിയർ ആണല്ലോ? ഇതാണ് അതിൻ്റെ y equal to ln x ൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചതായിരുന്നു. അപ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് exp of x എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ എന്താണ് ഈ നമ്പർ ഇ എന്ന് പറയുന്നത്? ഇ എന്ന് പറയുന്ന ഒരു ഇറേഷണൽ നമ്പറാണ്. മൊറോവർ ഇറ്റ് ഈസ് എ ട്രാൻസെൻഡൻ്റൽ നമ്പർ. ശരിയാണല്ലോ അല്ലേ? ട്രാൻസെൻഡൻ്റൽ നമ്പർ എന്താണ് എന്നുള്ളത് ഇപ്പോൾ പറയൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പോളിനോമിയൽ ഇൻറ്റിജേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽ ഇക്വേഷൻ ഇല്ലേ? ഇൻറ്റിജേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽ ഇക്വേഷൻ, ഇപ്പോൾ 2x² + 3x + 4 എന്നൊക്കെ പറയുന്ന പോലെ, അത് ഏത് വേണമെങ്കിലും ആവാം കേട്ടോ, ഏത് പവർ വേണമെങ്കിലും ആവാം. അങ്ങനെയുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട്, അതായത് സൊല്യൂഷനായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് ഓൾജിബ്രൈക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ ഇപ്പം x-2 = 0 എന്നതിൻ്റെ സൊല്യൂഷനാണല്ലോ. സോ 2 is an algebraic number. 1 is also an algebraic number. Any integer is an algebraic number. ശരിയാണല്ലോ? 3/2 എന്ന് പറയുന്നത് അതേപോലെ തന്നെ. 3/2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക? 2x - 3 = 0 എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷനാണ് x = 3/2 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ റേഷണൽ നമ്പേഴ്സും നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് എന്ന് കാണാൻ പറ്റും. ശരിയാണല്ലോ? അപ്പോൾ ഈ പോളിനോമിയൽ ഇക്വേഷൻസിൽ ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് ഉള്ള പോളിനോമിയൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ അല്ലാതെ വരുന്ന നമ്പേഴ്സ് ഉണ്ട്. അതാണ് ഈ എക്സ്പോണൻഷ്യൽ നമ്പർ എന്ന് പറയുന്ന ഇ. ഇതിനെയാണ് ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇ എന്ന് പറയുന്ന നമ്പർ. അനദർ എക്സാമ്പിളാണ് പൈ എന്ന് പറയുന്ന നമ്പർ. ശരിയാണല്ലോ? അപ്പോൾ ഈ ഇറേഷണൽ നമ്പേഴ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചേക്കും. റിയൽ നമ്പേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും. ആ ഇറേഷണൽ നമ്പേഴ്സിനെ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതാണ് ഓൾജിബ്രൈക് നമ്പേഴ്സും ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സും. പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാ റേഷണൽ നമ്പേഴ്സും ഓൾജിബ്രൈക് നമ്പേഴ്സാണ്. ഓക്കെ. പക്ഷേ ഇറേഷണൽ നമ്പേഴ്സ് എല്ലാം ഓൾജിബ്രൈക്ക് ഇല്ല. കുറച്ചെണ്ണമൊക്കെ ഓൾജിബ്രൈക്കാണ്, ബാക്കിയുള്ളത് ട്രാൻസെൻഡൻ്റൽ നമ്പേഴ്സാണ്. അതിലുള്ള എക്സാമ്പിളാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും നമുക്ക് ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോളിനോമിയലിൻ്റെ സൊല്യൂഷനായിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക x - e = 0 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇ എന്ന് പറയുന്ന നമ്പർ ഇൻറ്റിജർ അല്ലല്ലോ. അപ്പോൾ x - e എന്നുള്ളതിൽ ഈ ഇൻറ്റിജർ അല്ലാത്തത് കൊണ്ട് അത് പോസിബിൾ അല്ല. ഓക്കെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഇ എന്ന് പറയുന്ന നമ്പറിന് നമ്മളൊരു ഡെഫിനീഷൻ കൊടുക്കുകയാണ്. എന്താണ് ഡെഫിനീഷൻ എന്ന് പറയുന്നത്? ln e = integral 1 to e 1/t dt = 1. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. എന്താണിത്? ഇവിടെ തൊട്ട് ഈ നമ്പർ വരെയുള്ള ഇതുണ്ടോ, ഈ ഏരിയ അല്ലേ, ഈ ഷെയ്ഡിട്ടുള്ള ഏരിയ എപ്പോഴാണോ 1ന് ഈക്വൽ ആവുന്നത്, അപ്പോൾ എവിടം വരെയുള്ള ഏരിയ ആണോ 1ന് ഈക്വൽ ആവുന്നത്, ആ നമ്പറാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്? ഇവിടെ നമ്മൾ ഏരിയ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നു. ഈ ഏരിയ = 1 എപ്പോഴാണ് വെക്കുന്നത് അവിടെ നമ്മൾ നിർത്തുന്നു. ദെൻ ദാറ്റ് പോയിന്റ് വിൽ ബി ഇ. ഓക്കെ. ആൻഡ് ദ വാല്യൂ ഓഫ് ഇ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി സീൻ ആസ് 2.71828182 etc. ഇതിലൊരിക്കലും നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റില്ല. ഈ ഈൻ്റെ ഇതില്ലേ, ഇതിൻ്റെ റിപ്പീറ്റേഷൻ, നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിൽ ഒരിക്കലും ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ 7 ഇവിടെ വന്നു, ഇനി ഒരു 10 നമ്പർ കഴിഞ്ഞിട്ട് 7 വരും, വീണ്ടും 10 നമ്പർ കഴിഞ്ഞിട്ട് 7 വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് 1/6 1/3 ഏത് റേഷണൽ നമ്പറൊക്കെ ആണെങ്കിലും നമുക്കത് വളരെ എളുപ്പത്തിൽ കാണാം. ഇത്ര നമ്പറിന് ശേഷം വീണ്ടും അത് തന്നെയാണ് വരുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അതാണ് ഈ റേഷണൽ നമ്പേഴ്സും
ഇറേഷണൽ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, പൈക്കൊന്നും ഈ റിപ്പീറ്റേഷൻസ് ഉണ്ടാവില്ല, ഒരിക്കലും ഒരു പാറ്റേൺ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പൈൻ്റെ 150th ഡിജിറ്റ് അല്ലെങ്കിൽ 1500th ഡിജിറ്റ് എന്ന് പറയുന്നതൊക്കെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾ നേരിൽ കാണുമ്പോൾ ഞാൻ കുറേ പറയാം കേട്ടോ, അത്രയും എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഡിഫൈൻ ദ നാച്ചുറൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ e raised to x, x is any real number then e raised to x equal to y എന്ന് പറയുന്നത് എപ്പോഴാണ് ln y is equal to x ആകുമ്പോഴാണെന്നുള്ളത്. കാരണം നമുക്ക് ln എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉള്ളത്, അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ exp of x എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, e raised to x എന്ന് നമ്മൾ ഈ exp എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ മാറ്റിയിട്ട് പിന്നീട് e raised to x എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ ആ തിയറംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇതായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുന്നു. സോൾവ് ചെയ്യൽ നമുക്ക് എളുപ്പമാണ്, രണ്ട് സ്ഥലത്തും ലോഗരിതം എടുക്കുമ്പോൾ ഇങ്ങനെ വന്നു, ദെൻ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു സോൾവ്. ശരിയാണല്ലോ. ഇവിടെ ഇപ്പോൾ ലോഗരിതമാണ് ഉള്ളത്, ഇത് സോൾവ് ചെയ്യാൻ പറയും, നമ്മൾ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ എടുക്കും, എന്നിട്ട് എക്സ്പൊണൻഷ്യൽ ടൈമിൽ എഴുതി വെക്കും. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് ചെയ്യുന്നത് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ, ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത് നോക്കി രണ്ട് ഇൻവേഴ്സസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എഫും ജിയും ഇൻവേഴ്സസ് ആവണമെന്നുണ്ടെങ്കിൽ ജി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് ആവണം, എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു എക്സ് ആവണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, രണ്ടും നമ്മൾ ചെയ്യുന്നു. ഇവിടെ ഒരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഇതും കൂടി ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, നാച്ചുറൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഡൊമൈൻ എന്താണ്, കണ്ടിന്യൂസ് ആണോ, ഇൻക്രീസിങ് ആണോ, ഗ്രാഫ് എങ്ങനെയാണ്, കോൺകേവ് അപ്പാണോ, എന്നിട്ട് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. കോൺകേവിറ്റിയും കണ്ടിന്യൂറ്റിയും ഒക്കെ നമുക്കറിയാം, ഇൻക്രീസിങ് ആണോ എന്നുള്ളതൊക്കെ നമുക്കറിയാം, കാരണം ln x നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ റിഫ്ലക്ഷനാണ് വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രാഫ് നോക്കിയിട്ട് പറയാൻ പറ്റും. ദെൻ നമ്മുടെ ലോ ഓഫ് എക്സ്പൊണൻസ് നമ്മൾ 7th സ്റ്റാൻഡേർഡിലോ 6th കണ്ട് പഠിക്കുന്നതാണല്ലേ. e raised to x plus y is equal to e raised to x into e raised to y എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നതെന്ന്, രണ്ട് സ്ഥലത്തും ലോഗരിതം നമ്മൾ എടുക്കും. ലോഗരിതം എടുക്കുമ്പോൾ ലോഗരിതം ഓഫ് എ പ്രോഡക്റ്റ് ഈക്വൽ ടു സം ഓഫ് ദെയർ ലോഗരിതംസ് and ln of e raised to x equal to x and ln of e raised to y is equal to y, so that is x plus y, but x plus y is ln of e raised to x plus y. അപ്പോൾ ln എന്ന് പറയുന്നത് 1 ആണ്, 1 ആയതുകൊണ്ട് എന്താണ്, ഇത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. സോ e raised to x e raised to y equal to e raised to x into e raised to y equal to e raised to x plus y. ക്ലിയർ ആണ്? എന്നിട്ട് പറയണം നമുക്ക് f of x is equal to f of y എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ f of x1 is equal to f of x2. അപ്പോൾ x1ഉം x2ഉം ഈക്വൽ ആയിരിക്കണ്ടേ, 1 ആണെന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ച്. സോ വി ഗെറ്റ് ദിസ്. സിമിലർലി വി ക്യാൻ പ്രൂവ് ഓൾ അതേഴ്സ്. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കിയാൽ ഇത് ചിലപ്പോൾ എക്സാമിനൊക്കെ കാണാറുണ്ട്. e raised to 2x minus 5 into e raised to x plus 6 equal to 0. ഇവിടെ നമ്മൾ ഇത് e raised to x-ൻ്റെ ഒരു പോളിനോമിയലായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. e raised to x-ൻ്റെ പോളിനോമിയൽ ആകുമ്പോൾ അത് e raised to x-ൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരും. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. ഇതിപ്പം x² minus 5x plus 6 equal to 0 എന്ന് പറയുന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ e raised to x കണ്ടുപിടിക്കാം. e raised to x കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഈ പ്രോബ്ലം ഇതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിമിലർലി ദിസ് വൺ ഓൾസോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ റേഷണൽ ഫംഗ്ഷൻസിന് എന്ത് ചെയ്യും, ഇപ്പോൾ x³ + 1 ഡിവൈഡഡ് ബൈ 3x³ + 3 ആണെങ്കിൽ ഒരു x³ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇവിടെയും അതേപോലെ നമ്മൾ e raised to 2t കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് e raised to -2t എന്ന് പറയുന്നത് 0യിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കും. ബാക്കിയുള്ളതും അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ നോക്കുക. ഇനി ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് കുറച്ച് ചെയ്ത് നോക്കുക നന്നായിട്ട്. എന്നിട്ട് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ഞാൻ ബുക്ക് ഷെയർ ചെയ്തിരുന്നില്ല, MTS3B03 എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ നിങ്ങളത് വായിക്കുക, മറ്റേ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുക. അതിനകത്ത് ചെറിയ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകും, ആ പ്രോബ്ലംസ് ചെയ്യണം. നന്നായിട്ട് ടെക്സ്റ്റ് വെച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.